എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാവിലെ തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഈ മുടി പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കോതും കേട്ടോ. ഞാൻ അകത്തുനിന്ന് മുടി ചീകില്ല, ജസ്റ്റ് കോതിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മോർണിംഗ് റുട്ടീനും അത്യാവശ്യം തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി പല്ല് തേച്ചിട്ട് മുടി കെട്ടിയിട്ട് പിന്നെ വന്നിട്ടാണ് കേട്ടോ മുഖം കഴുകുക. ചില ദിവസം ഫേസ് വാഷ് എന്തെങ്കിലും ഇടും, ചില ദിവസം ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ഇങ്ങനെ ഒന്ന് കഴുകുകയുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഓരോ ദിവസം പോലെ ഇരിക്കും. ചിലപ്പോൾ രാത്രി എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും തേച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകും, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തെറിപ്പിക്കുകയുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തിന് ഒരു ഉഷാറ് കിട്ടും, പിന്നെ ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും, അത്രയൊക്കെ തന്നെയുള്ളൂ. അല്ലാണ്ട് മരുന്ന് തേച്ചില്ലെങ്കിൽ ഞാൻ വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. അത് വല്യമ്മി വായിക്കോട്ട വിട്ടതാണ് കേട്ടോ കേട്ടത്. വല്യമ്മയ്ക്ക് എഴുന്നേറ്റ് വന്നാൽ ഈ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ചെറിയ ക്ഷീണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വല്യമ്മയ്ക്ക് ഫസ്റ്റ് തന്നെ ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഞാൻ തലേദിവസം തന്നെ ഫ്ലാസ്കിലാക്കി വെക്കും. അപ്പോൾ അത് ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കറിക്കുള്ളതൊക്കെ തലേദിവസം തന്നെ അരിഞ്ഞ് വെക്കും കേട്ടോ, ഫ്രിഡ്ജിൽ കഴിയണതൊക്കെ അരിഞ്ഞ് വെക്കും. അപ്പോൾ അതൊക്കെ എടുക്കണം. പിന്നെ ചായ തിളപ്പിക്കാനുള്ള പാല് അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. ചായ ഇടട്ടെ? തലേദിവസം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കുന്ന വെള്ളം ബാക്കിയാവാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള വെള്ളം ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതിൽ വെള്ളം തിളപ്പിച്ച് ഒഴിക്കും കേട്ടോ. അതാണ് വല്യമ്മയുടെ വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്ന പാത്രം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വെള്ളമാണ്. വല്യമ്മയ്ക്ക് അയമോദകം അജ്വൈനില്ലേ, അത് ഗ്യാസ് അല്ലതുകൊണ്ട് അതിട്ട് തിളപ്പിച്ചിട്ടാണ് വെള്ളം വെക്കണം. ഞാൻ പ്ലെയിൻ വാട്ടറാണ് കുടിക്കാറ്. ചിലപ്പോൾ ഞാനിങ്ങനെ തലേദിവസം തന്നെ വെള്ളം പിടിച്ച് വെക്കും ആ പാത്രത്തിൽ, ചിലപ്പം വെക്കുകയൊന്നുമില്ല. എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് അയമോദകം ഇട്ട് തിളപ്പിക്കും, എന്നിട്ട് ഫ്ലാസ്കിലോട്ട് ഒഴിച്ച് വയ്ക്കും കേട്ടോ. ചെറിയ അടുപ്പിലാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പം മറ്റേ അടുപ്പിൽ എനിക്ക് പാല് തിളപ്പിച്ചിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാം. ചായ ഉണ്ടാക്കി കൊടുക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളയ്ക്കുകയും ചെയ്യും, അപ്പോൾ എനിക്ക് മാറ്റുകയും ചെയ്യാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിടക്കും. പെട്ടെന്ന് രണ്ടടുപ്പും അങ്ങ് ഫ്രീ ആവും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വല്യമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ പാൽ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ കഴിയുമ്പോൾ പാൽ ഒഴിച്ച് വെക്കും. ഇതിപ്പോൾ അന്ന് തന്നെ എനിക്ക് പാൽ വേറെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പാൽ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. വല്യമ്മയ്ക്ക് ഞാൻ അധികം കടുപ്പല്ലാണ്ട ചായ തിളപ്പിക്കുക, പിന്നെ ഇച്ചിരി പഞ്ചസാര ഇടും കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്.
ഞാൻ വല്ലാണ്ട് ചുടുങ്ങനെ അങ്ങ് കൊടുക്കില്ല, ഒന്ന് ആറ്റി ഒന്ന് പതപ്പിച്ചിട്ടാണ് കൊടുക്കുള്ളൂ കേട്ടോ. എവിടെയായിരുന്നു? അപ്പോൾ രാവിലെ പുട്ടും ഇഷ്ടുക്കറിയും, സ്റ്റൂ അല്ല ഇഷ്ടുക്കറി. ഇഷ്ടുക്കറി വേറെയാണ്. അപ്പോൾ നോക്കാം നിങ്ങളിൽ എത്ര പേർക്ക് ഈ കറി അറിയും എന്നെനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം വെക്കുന്നൊരു കറിയാണ്. ഇഷ്ടുക്കറി എന്നാണ് അതിൻ്റെ പേര്. സ്റ്റൂ അല്ല. ഇതിൽ നമ്മൾ ക്യാരറ്റോ, എൻ്റെ ഒച്ച ഇച്ചിരി അടഞ്ഞിരിക്കുന്നു, അങ്ങനെ സാധനങ്ങളൊന്നും ഇടില്ല. ഉരുളക്കിഴങ്ങ്, സവാള, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്. പിന്നെ നമ്മളിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടല്ല വെക്കുന്നത്. അതിനൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര എളുപ്പമാണ് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടേനേക്കാളും ഈ പച്ചരി പൊടിച്ചുണ്ടാക്കുന്ന പുട്ടും ഇടിയപ്പവും ഇല്ല, അതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇത് ഇന്നിപ്പോൾ വലിയമ്മനെ കുളിപ്പിക്കണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് വലിയമ്മയ്ക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ കുറേ പണികൾ ഒതുങ്ങും. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ കറി ഉണ്ടാക്കാം. ഞാൻ വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അയമോദകം ഇട്ടിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിക്കും കേട്ടോ വലിയമ്മയുടെ വെള്ളം. നേരത്തെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. നമുക്ക് രാവിലെ പുട്ടും ഇഷ്ടുക്കറിയാണ്. നമ്മളിത് സാധാരണ വെക്കുന്ന സ്റ്റൂ അല്ല, ഇത് വേറെ കറിയാണ്. ഇഷ്ടു ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, പച്ചമുളക് ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അതിന് സവോള, ഇഞ്ചി, പച്ചമുളക് നീളത്തിലരിയണം. അതേപോലെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി ഒന്ന് കഷ്ണമായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞാൽ മതി. നമുക്ക് നന്നായിട്ട് ഉടച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ളത് ഞാൻ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഈ കറിക്ക് നമ്മൾ വഴറ്റോ പിടിക്കോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി, അതായത് ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, പച്ചമുളക്, നമ്മൾ വേറെ ഇതിലൊന്നും ആഡ് ചെയ്യില്ല. ക്യാരറ്റോ ബീൻസോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യില്ല. ഇത്രയും സാധനങ്ങൾ, ഈ 4 സാധനങ്ങളും വെള്ളവും ഉപ്പും ഒഴിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വിസിലടിപ്പിക്കുക. നല്ലോണം വേവണം. എന്നിട്ട് ഇതങ്ങ് ഉടച്ചാൽ മതി. ഭയങ്കര എളുപ്പമാണ് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്നൊരു കറി വേണം, പെട്ടെന്ന് സാധനങ്ങൾ റെഡിയാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് നോക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണേ. സവോള, പച്ചമുളക്, ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നീളത്തിലരിയുക. പിന്നെ ഉരുളക്കിഴങ്ങ് എങ്ങനെ വേണമെങ്കിൽ അരിയാം, നമുക്ക് ഉടയ്ക്കാനുള്ളതാണ്. ഇച്ചിരി ക്യൂബായിട്ട് അരിഞ്ഞാൽ മതി. എന്നിട്ടിതിൽ കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും ഇടരുത്. ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് ഒരു 7-8 വിസിൽ വേവിക്കാം. ഇതിൽ ജസ്റ്റ് ഉപ്പിടുക. എന്നിട്ട് അതിലേക്ക് നികത്തനെ, അതായത് കഷ്ണങ്ങൾ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ, എന്നാൽ ഭയങ്കര ഓവറാവരുത് വെള്ളം, ഭയങ്കര ലൂസായി പോകും കറി. അപ്പോൾ അത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിക്കുക. ആ സമയം കൊണ്ട് വലിയമ്മയുടെ വെള്ളം തിളച്ചപ്പോൾ ഞാനത് ഫ്ലാസ്കിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്കിതിനൊരു അബദ്ധം പറ്റി. ദൈവാധീനം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. എനിക്കിങ്ങനെ സംഭവിക്കണതല്ല, പക്ഷേ എന്താണെന്നറിയില്ല, എനിക്ക് ആ തുണി ഞാൻ പിടിച്ചത് അങ്ങ് സ്ലിപ്പായിപ്പോയി. അപ്പോൾ ആ പാത്രത്തിൽ എനിക്ക് പിടി കിട്ടിയില്ല. അങ്ങനെയും മറിഞ്ഞതാണ്. കുറച്ച് വെള്ളമേ പോയുള്ളൂ. അതേപോലെ എൻ്റെ മേത്തോട്ടും ആയില്ല. ഞാൻ അങ്ങോട്ട് നീക്കിയിട്ടാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തേക്കാണ് മറിഞ്ഞത്, എൻ്റെ മേത്തേക്കല്ല വീണത്. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങ് പോയി. അപ്പം ഞാൻ ബാക്കിയുള്ള വെള്ളം ഫ്ലാസ്കിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞാൻ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഫുൾ അങ്ങോട്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നില്ല. ആ ഇത്രയും ഭാഗത്തേക്കാണ് വെള്ളം അങ്ങ് വീണുള്ളൂ. അപ്പം ഞാൻ ആ ബേസിൻ അവിടുന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആദ്യം ആ വൈപ്പറും കൊണ്ട് അങ്ങ് തുടച്ചു. എന്നിട്ട് തുണിയും കൊണ്ട് തുടച്ചപ്പോൾ ക്ലീൻ ആയിട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ റാക്കൊക്കെ അടുക്കി വെച്ചു. പിന്നെ ആ വാഷൊക്കെ വെക്കുന്ന അവിടെയും വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് അവിടെയും വൈപ്പർ വെച്ച് തുടച്ചിട്ട് ബാക്കി തുണി വെച്ചങ്ങ് തുടച്ചു കേട്ടോ. വലിയ പണിയായില്ല, എന്തോ ഭാഗ്യത്തിനങ്ങ് രക്ഷപ്പെട്ടു. തുണി നന്നായി നനഞ്ഞല്ലോ, അപ്പം അത് ഞാനങ്ങ് പുറത്ത് കൊണ്ടുവന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പം തന്നെ കേട്ടോ. വെള്ളം കുറച്ചും കൂടെ തിളപ്പിക്കണം, അല്ലെങ്കിൽ തികയത്തില്ല വലിയമ്മയ്ക്ക് വെള്ളം. അത്യാവശ്യം പോയായിരുന്നല്ലോ തെറിച്ച്. അപ്പം അതുകൊണ്ട് ബാക്കി പാത്രത്തിൽ വെള്ളം അങ്ങ് വെക്കുവാണേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പുട്ട് അങ്ങ് ആക്കിയേക്കാന്ന്. അപ്പോൾ അപ്പുറത്തുനിന്ന് പുട്ടുപൊടി എടുത്തിട്ട് അങ്ങ് നനച്ച് വെച്ചാൽ ഈ കുക്കർ അങ്ങ് വിസിലടിച്ച് ആവുമ്പോൾ എനിക്ക് ആ കുക്കറിൽ തന്നെ എന്നാൽ പുട്ട് അവിക്കാൻ വെക്കാമല്ലോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു റാക്കാണ് കേട്ടോ. കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്, അടിപൊളിയാണ്. നിങ്ങളുടെ ഒരുപാട് സ്ഥലം അങ്ങ് സേവ് ചെയ്യും, എന്ത് സാധനം വേണമെങ്കിൽ വെക്കാം. ഇത് പിന്നെ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഞാൻ ഈ പുട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഇങ്ങനെ നനച്ചിട്ട് ഒന്ന് സെറ്റാവാൻ വെക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും, അധികം കട്ടയൊന്നും ഇല്ലാണ്ട്. കട്ടയൊക്കെ നല്ല രീതിക്ക് നമുക്ക് ഉടയ്ക്കാനും പറ്റും, നല്ലോണം ഉടയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങ് ഇച്ചിരി ഒന്ന് കുഴച്ചിട്ട് ഇച്ചിരി വെള്ളം അധികം ആക്കിയിട്ട് അങ്ങ് കുഴച്ച് വെച്ചാൽ നല്ല അടിപൊളി പുട്ട് കിട്ടും. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കുടിക്കാനുള്ള വെള്ളം അപ്പോൾ തിളച്ചപ്പോൾ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. ഞാൻ പിന്നെ കുളിക്കാനുള്ള വെള്ളം എന്തേ കലത്തിൽ വെക്കുകയാണ്. വലിയ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. അപ്പോൾ വെള്ളം പിടിച്ചിട്ട് അങ്ങ് ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കും. അത് കഴിഞ്ഞ് ആവുമ്പോൾ ബാത്റൂമിൽ കൊണ്ടുവച്ചാൽ അങ്ങ് കുളിച്ചോളൂ കേട്ടോ. തലയ്ക്കും മേലിനും സെപ്പറേറ്റാണ് വെള്ളം വെക്കണേ. സെപ്പറേറ്റ് ചൂടുമാണ്, സെപ്പറേറ്റ് വെള്ളമാണ് കേട്ടോ. കുക്കറിൻ്റെ വിസിലൊക്കെ പോയി. ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം വലിയമ്മയുടെ തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചു. ഞാൻ എന്നിട്ട് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിക്കില്ല, ചൂടാക്കാനായിട്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിൽ കുറേ അടിച്ചു. എന്നിട്ട് അതിൻ്റെ കാറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കട്ടോ. കണ്ടോ, ഇങ്ങനെയാവും. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ഇടില്ല, കുരുമുളക് പൊടി പോലും ഇടില്ല. നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി, പെട്ടെന്നാവും. ഈ ഒരു പരുവത്തിന് ഉടച്ചെടുക്കണം കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ ഇഷ്ടുക്കറിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടല്ല ഒഴിക്കുന്നത്, പശുവും പാലാണ് ഒഴിക്കുന്നത്. കുറച്ച് മുന്നേ ഞാൻ എടുത്തപ്പോൾ കണ്ടതല്ലേ മിൽമ പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കുന്നത്, അതാണ് നമ്മളിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം അടുപ്പൊന്ന് ഓണാക്കണം കേട്ടോ. അടുപ്പ് ഓണാക്കിയിട്ട് പശുവിൻ പാൽ ഇത്രയും മതി. ഇനി ഇത് ഇരുന്നിട്ടൊന്ന് കുറുകും. പാലത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ സിമ്മിൽ വയ്ക്കണം കേട്ടോ. കണ്ടോ, ഒന്ന് ചൂടായി വരുന്നുണ്ട്. കണ്ടോ, തിള വരുന്നുണ്ട്, നടുക്കൊക്കെ തിള വരുന്നുണ്ട്. സിമ്മിൽ വയ്ക്കാം ഒരു 5 മിനിറ്റ്.
ആസ് യൂഷ്വൽ കറിവേപ്പില പൊട്ടിക്കാൻ പോവാം. എനിക്ക് എന്താണെന്നറിയില്ല, ഈ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് പോയിട്ട് കറിവേപ്പില പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമല്ല. എനിക്കങ്ങനെ നേരത്തെ പൊട്ടിച്ച് വയ്ക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇതായി വരുമ്പോൾ പോയി അങ്ങ് പൊട്ടിക്കണം. ഇഷ്ടമാതിരി തൈ മുളച്ചിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത കുഞ്ഞിത് കണ്ടോ, തീരെ കുഞ്ഞ്. കഴുകണ്ട, ഇന്നലെ നനച്ചതാ. കറിവേപ്പില, നമ്മളിതിൽ താളിച്ചൊഴിക്കില്ല, പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതും ലാഭം. ഇനി ഓഫ് ചെയ്യാട്ടോ. എന്നിട്ടിത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുക്കണം. ബിക്കോസ് എനിക്ക് ആ കുക്കർ വേണം പുട്ടുണ്ടാക്കാൻ. ഒന്ന് സെറ്റായി. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം കഴുകണം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കുക്കറില്ലേ, ആ കുക്കർ 2 എണ്ണം ഉണ്ട് എനിക്ക്. പക്ഷേ അതിൻ്റെ ഒന്നിൻ്റെ വാഷർ കേടാണ്. അപ്പോൾ ആവി ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഇത് തന്നെ കഴുകി വേണം യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു 1.5 മാസമായിട്ട് അങ്ങനെയാണ്. അതിൻ്റെ വാഷർ മേടിക്കാൻ പോകാൻ എനിക്ക് സമയവും കിട്ടിയില്ല. ഡാഡിനോട് പറഞ്ഞിട്ട് മറന്നും പോയി. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കഴുകണം. ഇനി ഇത് ഈ കുക്കറിൽ തന്നെ പുട്ടുണ്ടാക്കണം. ആ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അരി ഇടാൻ വേണ്ടിയിട്ട്. പുട്ട് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊടി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പുട്ടുപൊടിയുടെ പ്രത്യേകതയാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ശരിയാവാറുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കിട്ടും പുട്ട്. അപ്പം ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ അത് എടുത്തിട്ട് വന്നതാണ്. ഫ്രീസറിൽ വെച്ചാൽ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് പുട്ടുകുറ്റിയിലിട്ടിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറ്. അതാകുമ്പോൾ ഒരാൾക്ക് കറക്റ്റ് പാകമാണ്, പെട്ടെന്നായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഞാൻ ദേ പുട്ടൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ കയ്യോടെ അവിടെ അങ്ങ് ക്ലീൻ ആക്കുവാണ് കേട്ടോ. എനിക്കങ്ങനെ വൃത്തിയില്ലാത്തടത്ത് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. അതെ, എനിക്ക് വൃത്തിയായിട്ടിരിക്കണം എല്ലാ സ്ഥലവും. ഞാൻ വൃത്തികേടാക്കുന്നതും കുറവാണ്. ഞാനങ്ങനെ ഭയങ്കര അലങ്കോലാക്കിയിട്ടല്ല കുക്ക് ചെയ്യുക. പക്ഷെ ഞാനിങ്ങനെ അപ്പം തൂത്തുവാരും ചെയ്യും കേട്ടോ. എനിക്ക് ആക്ച്വലി ആ സ്റ്റൂവിൻ്റെ മണം അടിച്ചിട്ട് കൊത്തി വരുന്നു. ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു മണം വരുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ, ഞാനിത് അങ്ങനെ ഒരുപാട് റെസിപ്പി ആയിട്ടൊന്നും എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ സാധനം. ഇത് ഇഷ്ടു എന്നാണ് ഇതിനെ പറയുന്നത്. ഇഷ്ടു എന്നും ഇഷ്ടുക്കറി എന്നും ഇതിനെ പറയും. നമ്മുടെ സ്റ്റൂ അല്ല. ഭയങ്കര എളുപ്പമാണ്. ആകെക്കൂടി ആ ഉരുളക്കിഴക്കൊന്ന് തൊലി കളഞ്ഞടക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ബാക്കി സവോള, പച്ചമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞിട്ട് അങ്ങോട്ട് വെച്ച് വിസിലടിച്ച് തേങ്ങാപ്പാൽ പോലും പിഴിയണ്ട. മറിച്ചൊക്കെ അങ്ങനെ ഒരു സ്റ്റൂ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ചെമ്പാ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കലരി എന്നൊക്കെ പറയുന്നത്. പച്ചരിയുടെ കൂടെയാണ്, പച്ചരി പുട്ടിൻ്റെ കൂടെയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ്. എനിക്കിതിൻ്റെ മണ്ണടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. കാരണം ഇത് ഫ്ലോപ്പ് ആവില്ല. ഭയങ്കര രസമുള്ള റെസിപ്പിയാണ്. ഞാൻ എല്ലാം എളുപ്പമുള്ള പണികളിലല്ലേ ചെയ്ത് കാണിക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ നോക്കുക. അപ്പോഴേക്കും വലിയമ്മയുടെ വെള്ളം അങ്ങ് ചൂടായിട്ടോ. അപ്പം ഞാൻ ബക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇത് വലിയമ്മയുടെ ബാത്റൂമിലെ ബക്കറ്റാണ് കേട്ടോ. അതിലേക്ക് ഒഴിച്ച് അങ്ങ് കൊണ്ടുവച്ച് കുറച്ചൊന്ന് ആറണം, എന്നാലേ പുള്ളിക്കാരി കുളിക്കുകയുള്ളൂ സമയത്തിന് കേട്ടോ. വെള്ളത്തിൻ്റെ ചൂട് നോക്കാനും പാകമൊക്കെ നോക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് സമാധാനക്കേടാണ് അവിടെ ഇരുന്നത്. ഇത് റൂമിലേക്ക് വെക്കട്ടെ.
ഡാഡി പറിക്കും, ഡാഡി പറിച്ചോളും. എനിക്കറിയില്ല. മാങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്, അപ്പോൾ പറിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡാഡി ഇന്ന് വരും, അപ്പോൾ ഡാഡി വന്നിട്ട് പറിച്ചോളും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പറിക്കാനായിട്ട്, എനിക്കിഷ്ടവുമല്ല അങ്ങനെ കുറേ അങ്ങനെ പറിച്ച് വെക്കണത്. അപ്പോൾ ഡാഡി വന്നിട്ട് പറിച്ചോളും. അപ്പോൾ ഡാഡിക്ക് കോലഞ്ചേരിക്കും കൂടെ കൊണ്ടുപോകാമല്ലോ എന്ന് ഞാൻ പറയുകയാണ്. അപ്പോഴേക്കും പുട്ടായി. അപ്പം ഞാൻ പുട്ടും കറിയും കൂടെ വലിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ഇന്ന് ആക്ച്വലി കുറച്ച് പണികളുള്ള ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഡാഡി വരും. അപ്പോൾ നമ്മൾ ലഞ്ചിനുള്ള കറി മമ്മി കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വലിയമ്മനെ കുളിപ്പിക്കണം. ഞാൻ എൻ്റെ പുട്ട് എടുത്തിട്ട് ആറാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ചൂട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ അത് കുക്കറിലാണ് അരി ഇടുന്നത്. അപ്പോൾ നമുക്ക് അരിക്ക് ഇട്ടിട്ട് പോയി കഴിക്കാം. വലിയമ്മയ്ക്ക് ആക്ച്വലി ആ ഫുൾ പുട്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് എൻ്റെ പാത്രത്തിലേക്ക് ഞാൻ തന്നെ ഇട്ടു. അപ്പം ഞാനത് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് അത്രയും കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി പുട്ടുപൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കൈയോടെ അങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അരി ഞാനങ്ങ് കൈയോടെ ഇടാമെന്ന് വിചാരിച്ചു. ഡാഡിക്ക് ഉച്ചക്കത്തേക്ക് അരി വേണം, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണമല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ കുറച്ച് മതി. അപ്പോൾ കൈയോടെ ഞാൻ അരി അങ്ങ് കഴുകിയിട്ട് അങ്ങ് കുക്കറിലേക്ക് ഇടും. ഞാൻ ചെറിയ അടുപ്പിൽ അങ്ങ് വെച്ച് അടച്ചങ്ങ് വെച്ചാൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് അരി നല്ല പാകത്തിന് വെന്തിട്ട് സെറ്റായി വരും കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും പോയിട്ട് അങ്ങ് കഴിക്കാനിരുന്ന്. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ആ കറിയുടെ മണം അടിച്ചിട്ട് നമുക്കിങ്ങനെ കൊതി വരില്ലേ, നമുക്ക് നല്ല ഇഷ്ടമുള്ള കറികളൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊതി വന്ന് സഹിക്കാണ്ട് ഞാൻ പോയിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഭക്ഷണം കഴിപ്പ് ഭയങ്കര കുറവാണ് കേട്ടോ. വലിയമ്മയ്ക്ക് കൊടുത്ത് വലിയമ്മ കഴിച്ച് കഴിഞ്ഞ് വലിയമ്മയുടെ പാത്രം കഴുകി വെച്ചിട്ടാണ് ഞാൻ കഴിക്കുകയുള്ളൂ. എനിക്കങ്ങനെ സമാധാനമായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നതാണ് എനിക്ക് സൗകര്യം. ഞാൻ ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞതും ഡാഡി വന്നു. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയമ്മയ്ക്ക് നൈറ്റി, പിന്നെ റസ്ക്, കറികൾ. അപ്പം ഞാനതൊക്കെ ഡാഡി അതൊക്കെ ആ പടിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവിടുന്ന് ഞാൻ എടുത്തിട്ട് അങ്ങ് അകത്തേക്ക് വെക്കുകയാണ് കേട്ടോ. റസ്ക്കൊക്കെ ഇങ്ങനെ വലിയമ്മയ്ക്ക് ചായയോട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഞാൻ ഈ റസ്ക്കൊന്നും കഴിക്കില്ല. ഞാൻ വല്ല പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ മാത്രമേ വല്ലപ്പോഴും കഴിക്കുകയുള്ളൂ. അപ്പോൾ വലിയമ്മയ്ക്ക് ഇടയ്ക്ക് ചായക്ക് ഏത്തപ്പഴമാണ് സ്ഥിരമായിട്ട് കൊടുക്കാറ്. ഏത്തപ്പഴം ഇല്ലാത്ത സമയങ്ങളിൽ ഈ റസ്ക്കാണ് ശരണം. അപ്പോൾ ആ റസ്ക് അതൊക്കെ അവിടുന്ന് ഈ ഓഫറിൽ കിട്ടുമ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. എന്തോ മുറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊന്ന് കത്തി ചോദിച്ചാണ്. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് കൊടുത്തു കേട്ടോ. ഞാൻ എന്നിട്ട് സാധനങ്ങളൊക്കെ ഒരുവിധം പറ്റുന്നതൊക്കെ കൈയോടെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കണതാണ്. അല്ലെങ്കിൽ എനിക്ക് മടി വരും. എനിക്കിങ്ങനെ അങ്ങ് ഇരുന്ന് പോയാൽ അങ്ങ് ഇരുന്ന് പോവും. അപ്പോൾ ആ സാധനങ്ങളാണെങ്കിലും കൈയോടെ അങ്ങ് എടുത്ത് വെച്ചാൽ അങ്ങ് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. എനിക്കിങ്ങനെ അടുക്കി പെറുക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിലും ഞാനത് ഒക്കേഷണലി മാത്രമേ എൻജോയ് ചെയ്ത് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെ ചെയ്യാറ്. പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ കളർ ചെയ്തത് ആക്ച്വലി ഇപ്പോഴാണ് ഡാഡി കാണുന്നതാണ് കേട്ടോ. അപ്പം എന്നോട് ചോദിച്ചേ എപ്പോഴാണ് വില്ലേജിൽ പോണേന്ന്. ഡാഡി ആക്ച്വലി അപ്പം തന്നെ ഇറങ്ങി. വില്ലേജ് ഓഫീസിൽ എന്തോ പോകാനുണ്ടായിരുന്നു, എന്തോ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഡാഡി ഇറങ്ങിട്ടോ. അത് ഉണക്കക്കപ്പയാണ് കേട്ടോ നേരത്തെ കണ്ടത്. അത് തങ്കാൻറ്റി കൊടുത്തയച്ചതാണ്. പിന്നെ ഇത് നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നതാണ്. തോർത്ത് ഞാൻ എടുത്ത് തരാം. ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും വലിയമ്മ അങ്ങ് കുളിക്കാൻ റെഡിയാവും കേട്ടോ. അപ്പോഴേക്കും വെള്ളം ഒരുവിധം ആറിയിട്ടുണ്ടാവും.
അപ്പോൾ തലയിലേക്ക് ഒഴിക്കുമ്പോൾ അത്രയും ചൂട് വെക്കില്ല, മേലിലേക്ക് ഒരിത്തിരി ചൂട് വെച്ചിട്ടാണ് ഞാൻ ചൂടാക്കണത്. തലയിലേക്ക് അധികം ചൂടല്ല, ചെറിയ ചൂട് ആണ് ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വെള്ളം അങ്ങ് കൊണ്ടുവച്ചിട്ട് വീൽ ചെയറിൽ അങ്ങ് ഇരുത്തി കൊടുത്താൽ വലിയമ്മ അങ്ങ് കുളിച്ചോളും. അത് കഴിഞ്ഞിട്ട് കുളി കഴിയുമ്പോൾ നമ്മളെ വിളിക്കും, അപ്പോൾ പോയി പിടിച്ചുകൊണ്ടങ്ങ് വരണം. കാരണം കുളി കഴിയുമ്പോൾ ടൈൽസൊക്കെ വെള്ളമാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട. നമുക്കും പേടിയല്ലേ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ പോയി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം ഞാൻ ഇത് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അവിടെ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്, ആ സ്റ്റൂളിലേക്ക് ബക്കറ്റ് അങ്ങ് വെച്ച് കൊടുത്താൽ വീൽ ചെയർ അതിൻ്റെ അങ്ങോട്ട് നീക്കി കൊടുത്താൽ വലിയമ്മ ഇരുന്ന് കുളിച്ചോളും. ഇതിപ്പോൾ തല ആണ് ആദ്യം കുളിക്കണത് കേട്ടോ. തല കുളിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവച്ചത്. തലയാണ് ആദ്യം കുളിക്കുക. അത് കഴിഞ്ഞിട്ട് ആണ് മേല് കുളിക്കുന്ന വെള്ളം എന്നെ വിളിക്കും. അപ്പം മേല് കുളിക്കുന്ന വെള്ളം ഞാൻ അങ്ങ് കൊണ്ട് കൊടുക്കും. അപ്പം ഞാൻ ആ സമയം കൊണ്ട് വീടടിച്ച് വാരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ആ മുറി അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മുറി ഞങ്ങൾ രണ്ടും കൂടെ കിടക്കുന്ന മുറിയാണ് കേട്ടോ, ഞങ്ങൾ രണ്ടുപേരുടെയും മുറിയാണ്. ഇത് ആക്ച്വലി വലിയമ്മയുടെ മുറിയായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനും ഇവിടെയാണ് കിടക്കുന്നത്. ഞാനും വലിയമ്മയും കൂടി ഇവിടെ കിടക്കുന്നത്. ഷീറ്റുള്ള കട്ടിലാണ് എൻ്റെ കട്ടിൽ, ഷീറ്റില്ലാത്തത് വലിയമ്മയുടെയാണ്. ഇതിപ്പോൾ ഞാൻ ഇപ്പം മാറ്റിയതാണ് കേട്ടോ. എല്ലാ കുളിക്കുന്ന ദിവസം അങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ കുളിക്കുന്ന ദിവസങ്ങളിലാണ് മിക്കപ്പോഴും മാറ്റുന്നത്. മുഷിഞ്ഞെന്ന് തോന്നുമ്പോൾ ഞാൻ വലിയമ്മി 2-3 ദിവസത്തെ നൈറ്റി ഉണ്ടാവും, പിന്നെ വലിയമ്മയുടെ ഷീറ്റ്, അങ്ങനെ ഞാൻ ഒരു അലക്കിന് അങ്ങനെ അലക്കും. ഇന്നിപ്പോൾ എൻ്റെ ഷീറ്റ് മാറ്റുന്നില്ല, കാരണം 2 ദിവസം മുന്നെയാണ് എൻ്റെ ഷീറ്റ് മാറ്റണം. ഞാൻ എല്ലാം കൂടെ ഒരു സെറ്റ് അലക്കില്ല കേട്ടോ, ഓരോരോ സെക്ഷനായിട്ട് ഓരോ ദിവസം അങ്ങനെയാണ് അലക്കുന്നത്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു. ഒരു ശനിയാഴ്ച ഉണ്ടെങ്കിൽ ആ ശനിയാഴ്ചയാണ് എല്ലാം ഞാൻ സെക്ഷനായിട്ട് മാറ്റി ഇട്ടിട്ട് അലക്കണത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഞാൻ ഓരോ ദിവസം വെച്ചിട്ട് 2-3 ദിവസം ആണ് അലക്കണം കേട്ടോ. ആ ദിവസം സെക്ഷനായിട്ട് അങ്ങ് അലക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ ആദ്യം ഈ മുറി അങ്ങ് അടിച്ച് വാരുവാണ്. അപ്പോൾ വലിയമ്മ വരുമ്പോഴേക്കും മുറി അങ്ങ് ക്ലീൻ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീടും അടിച്ച് വരും. ഇത് ഹോളാണ് കേട്ടോ. ഹോളും ബാക്കി 2 മുറിയുണ്ട്. അത് രണ്ടും ഞാൻ ഈ സമയം വലിയമ്മ കുളിക്കണ സമയം കൊണ്ട് ഞാൻ അങ്ങ് അടിച്ച് വരുവേ. അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുണിയൊക്കെ ഞാൻ അങ്ങ് കയ്യോടെ അലക്കുവാണ്. ഇപ്രാവശ്യം വലിയമ്മയുടെ തുണി മാത്രമാണ്, ഒരു സെറ്റ് തുണിയേ ഉള്ളൂ. വലിയമ്മയുടെ ഷീറ്റ്, ബെഡ്ഷീറ്റ്, മറ്റേ തലവണ കവറ്, പുതപ്പ്, പിന്നെ 2-3 ദിവസം മാറ്റിയ നൈറ്റി ഉണ്ട് അലക്കാൻ വേണ്ടിയിട്ട്, അതും കൂടെ അങ്ങ് അലക്കൂട്ടോ. എല്ലാ ദിവസവും അങ്ങനെ കുളിക്കില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമാണ് തല നനയ്ക്കണത്. ബാക്കിയുള്ള ദിവസം മേല് നനയ്ക്കും, അല്ലെങ്കിൽ തുടച്ചു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നും കുളിക്കുമ്പോൾ വലിയമ്മയ്ക്കും ഭയങ്കര ക്ഷീണമാണ്, കാരണം അവിടെ പോയി ഇത്രയും നേരം ഇരുന്നൊക്കെ കുളിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലഗ് അകത്താണ് റൂമിൽ. ഞാനിപ്പം മുറ്റല്ല, അടിച്ച് വാരിയ മുറിയില്ലേ, അവിടെയാണ് ഈ വാഷിംഗ് മെഷീൻ്റെ പ്ലഗ് ഉള്ളത്. ഇവിടെ വേറെ എവിടെയും കുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ വയർ നമ്മൾ മുറിക്കകത്തൂടെ എടുത്തിട്ട് വേണം വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ കേട്ടോ. ഇനി ബാക്കി അടുക്കളയും കൂടി ഒന്ന് അടിച്ച് വരാനുണ്ട്. ഞാൻ അടിച്ച് വരുന്ന എല്ലാ ദിവസവും തുടയ്ക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. തുടയ്ക്കലൊക്കെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തുടയ്ക്കുള്ളൂ. ഒന്നാമത് ഇവിടെ അങ്ങനെ പൊടി, അങ്ങനെ ചെളി അങ്ങനെ ഒന്നുമില്ല, പുറത്തുനിന്ന് ചവിട്ടി കയറ്റാനോ അങ്ങനെയൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസം അടിച്ചാൽ തന്നെ വീട് വൃത്തിയായി കിടന്നോളും. എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാനും വലിയമ്മയും മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ വലിയ കാര്യമായിട്ട് പൊടി വരുമോ, പൊടി കയറുമോ, ചെളിയാവോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുക്കള ഞാൻ അടിച്ച് വരികയാണ്. അത് കഴിഞ്ഞ് ഞാൻ ദേ പടിയും കൂടെ അടിച്ച് വരുന്നുണ്ട്. ഇവിടെ ഈ പടിയിൽ ഇങ്ങനെ തുണിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടെ ചെളി പോകുന്നുണ്ടെന്ന് തോന്നുന്നത് തുണി ഇടുമ്പോഴാണ്. തുണി തന്നെ മുറിച്ചിട്ട് സ്റ്റെപ്പിൻ്റെ ആ രീതിയിൽ അങ്ങ് ഇട്ടാൽ നമുക്ക് ചവിട്ടി തൂക്കാനായിട്ട് എളുപ്പമാണ്. സ്റ്റെപ്പും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മുറ്റടിക്കൽ പ്ലാൻ ഉണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ വൈകുന്നേരങ്ങളിലാണ് മുറ്റടിക്കാറ് കേട്ടോ. എനിക്ക് രാവിലെ മുറ്റടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ഉണ്ടായില്ല. പിന്നെ ഓൾറെഡി അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി, പിന്നെ ആ ചപ്പ് നമ്മളിങ്ങനെ പുറത്തേക്ക് തട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റം കൂടെ എന്നാൽ കൈയോടെ അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ച് മുറ്റടിച്ച് വരുന്നതാണ്. ഒരുപാട് മാവിൻ്റെ ഇലയും കണ്ണിമാങ്ങയൊക്കെ പൊഴിയുന്നുണ്ട്, അത് അത്ര പൊടി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചവിട്ടിയൊക്കെ വിരിച്ചിടുകയാണ് സ്റ്റെപ്പിലെയും ഉള്ളിലത്തെയും. ഇത് മാറ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളാണ്, വെള്ളം പെട്ടെന്നങ്ങ് വലിഞ്ഞോളും. അപ്പോൾ ഈ 2 മാറ്റ് ഞാനിങ്ങനെ അടുക്കളയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സൗകര്യമാണ്.
ഇത്രയും കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ദാഹിച്ചു. അപ്പം ഞാൻ സാധാ വെള്ളത്തിൽ ഇത്തിരി ഐസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുകയാണ്. സാധാരണ എല്ലാവരും പറയും അങ്ങനെ കുടിക്കരുത്, ഒരുപാട് ജോലിയെടുത്ത് ക്ഷീണിച്ചാലും വേർത്താലും വെയിലത്തുനിന്ന് കയറി വന്നാലും അങ്ങനെ ഐസ് വാട്ടർ കുടിക്കരുതെന്ന് പറയും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അപ്പം ഞാൻ കയ്യോടെ കുപ്പിയും കൂടെ നിറച്ച് വെക്കുകയാണ്. എന്നിട്ട് ആ കൊണ്ടുവച്ചത് വലിയമ്മയ്ക്ക് വെള്ളം വെച്ചില്ലേ, ആ കലാണ്. അപ്പം ഞാനത് തൊട്ടപ്പുറത്തെ അടുക്കളയിലാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനൊരു ചായ തിളപ്പിച്ച് കുടിക്കാനട്ടെ. എനിക്ക് പണി കഴിഞ്ഞൊരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സംതൃപ്തിയില്ല. അപ്പോൾ ദേ ഞാൻ ചായ കുടിക്കുന്നു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ടാറ്റാ.